Good afternoon, sir. Okay, Amrita, good afternoon. Good afternoon, sir. Okay, good afternoon, Jina. Let's start. Arabichello. Okay, good afternoon. Okay, let's start. Yes, sir. Good afternoon, Okay. sir. Okay, good afternoon. Okay, Surena. Okay. അപ്പോൾ നമ്മള് ഒരു ടെൻസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തോരം സംഗതി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഫസ്റ്റ് നെക്സ്റ്റ് അതായിരുന്നു ഫസ്റ്റ് നെക്സ്റ്റ് ദെൻ ആഫ്റ്റർ ദാറ്റ് ഫൈനലി അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ്. ഓരോരുത്തര് ഓരോ സെന്റൻസ് വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. സിമ്പിൾ പ്രസന്റിൽ വെച്ചിട്ട് ഡെയിലി നടക്കുന്ന കാര്യങ്ങള്. ഓക്കെ ഡെയിലി റൊട്ടീൻ. ഓക്കെ ഡെയിലി റൊട്ടീനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ശരിയാണ്. യെസ്. അപ്പൊ നമ്മൾ ഒരു ടെൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുമ്പോൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ വെരി ഗുഡ്. അപ്പൊ അതിന് നമുക്ക് പറയാം പോസിറ്റീവ് ടൈപ്പ് സെന്റൻസ് എന്ന് പറയാം. ഐ ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. I take a bath at 8 o'clock in the morning. I take breakfast at 9 o'clock in the morning. I go to bed at 10 o'clock in the night. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ. അപ്പൊ അത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം. ഇതുപോലെ തന്നെ പതിവായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യമുണ്ട്. അതും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് പറയുന്നത്. അത് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ് ഫോമിലാണ്. നെഗറ്റീവ് സെന്റൻസ് ആയിട്ടാണ് പറയുന്നത്. ടെൻസ് സിമ്പിൾ പ്രസന്റ് തന്നെ, പക്ഷെ അത് നെഗറ്റീവ് സെന്റൻസ് ആയിട്ട് പറയുന്നത്. പ്രസന്റ് ടെൻസിന്റെ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ്. അപ്പൊ നമുക്ക് നോക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള വാചകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പോ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ നെഗറ്റീവ് വാചകം വരാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഡു നോട്ട് ചേർക്കുക അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കുക. ഒന്നില്ലെങ്കിൽ ഡു നോട്ട് ചേർക്കുക അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കുക. വേറെ ഒരു വ്യത്യാസമില്ല. ഒരു സബ്ജക്റ്റ് കഴിഞ്ഞ് ഡു അല്ലെങ്കിൽ ഡസ് ചേർത്ത്, ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർത്ത്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യം അത് കറക്റ്റ് ആയി. നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഡു നോട്ട് എവിടെ വരും, ഡസ് നോട്ട് എവിടെ വരും എന്നുള്ളത് സബ്ജക്റ്റ് മാറുന്നതനുസരിച്ച് വ്യത്യാസം വരും. ഹി, ഷീ, പിന്നെ സിംഗുലർ അതൊക്കെ ആണെങ്കിൽ ഡസ് നോട്ട് വരും. ബാക്കിയുള്ള എല്ലാത്തിന്റെയും കൂടെയും ഡു നോട്ട് വരും. അതാണ് ഡു നോട്ടും ഡസ് നോട്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഹീയും ഷീയും സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളും വന്നു കഴിഞ്ഞാൽ അതിലൂടെ ഡസ് നോട്ട് വരുന്നു. ബാക്കിയുള്ള എല്ലാത്തിന്റെയും കൂടെ ഡു നോട്ട് വരുന്നു. ഓക്കെ. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നേരത്തെ പറഞ്ഞു I do not get up at 6. I get up at 6 o'clock in the morning. I get up at 6 o'clock in the morning. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറില്ല. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. ഞാൻ എഴുന്നേൽക്കുന്നത് 7 മണിക്കാണ്. 6 മണിക്ക് ഞാൻ ഒരിക്കലും എഴുന്നേൽക്കാറില്ല. അത്യാവശ്യം വല്ലതും പോകാനൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എഴുന്നേറ്റുന്നല്ലാതെ സ്ഥിരമായിട്ട് ഞാനത് എഴുന്നേൽക്കാറില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? നേരത്തെ ഐ ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞതിന്റെ തൊട്ട് മുന്നില് ഒരു ഡു നോട്ട് കൂടി ചേർക്കും. ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock in the morning. അതിന്റെ അർത്ഥം
ഞാൻ സ്ഥിരമായിട്ട് 6 മണിക്ക് എഴുന്നേൽക്കാറില്ല. നമുക്ക് വേണമെങ്കിൽ പറയാം, രാവിലെ ഞാൻ ഇഡ്ഡലി കഴിക്കാറില്ല. ഐ ഡു നോട്ട് ടേക്ക് ഇഡ്ഡലി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും ഇഡ്ഡലി കഴിക്കാറില്ല. അപ്പോ നേരത്തെ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറഞ്ഞിരിക്കുന്നു. ഇന്ന് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സ്ഥിരമായി നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം. ഞാനത് ചെയ്യാറില്ല. ഐ ഡു നോട്ട് യൂസ് ചുരിദാർ. ഞാൻ ചുരിദാർ ഉപയോഗിക്കാറില്ല. എന്റെ ഡ്രസ് കോഡ് വേറെയാണ്. കേട്ടാ, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്തൊരു കാര്യം വേണമെങ്കിൽ നമുക്ക് ഡു നോട്ട് വെച്ച് പറയാം. ഡു നോട്ട് കഴിഞ്ഞ് വെർബിന്റെ പ്രസന്റ് ടെൻസും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഡിഡ് നോട്ട് വരില്ല. ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ലച്ചു ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ഡിഡ് നോട്ട് ഇനി അടുത്ത് പറയാൻ പോകുന്നില്ല വരും. ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. ഓക്കെ, അത് നമ്മൾ അടുത്ത് പറയുന്നത് അത് വരും കേട്ടോ. ഡിഡ് വരുമ്പോൾ പാസ്റ്റ് ടെൻസ്. നമ്മളിപ്പോ പറയുന്നത് പ്രസന്റിനെ കുറിച്ച് മാത്രമേ. ഓക്കെ, അപ്പോ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാത്ത ഒരു കാര്യം ഐ ഡു നോട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേ. അപ്പൊ നിങ്ങൾ ഐ ഡു നോട്ട് യൂസ് സാരി. അപ്പൊ ജസീന പറയുന്നത് ഞാൻ സാരി ഉപയോഗിക്കാറില്ല. ഐ ഡു നോട്ട് യൂസ് സാരി. യെസ്. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ എവറി ഡേ. സുൽഫത്ത് പറയുന്നു ഞാൻ ചായ കുടിക്കാറില്ല. ഐ ഡു നോട്ട് ഡ്രിങ്ക് ടീ. ഹി ഡസ് നോട്ട് നോ വാട്ട് ഈസ് ദ മാറ്റർ. അവന് കാര്യം അറിയാറില്ല. അവൻ ആ കാര്യം എന്താണെന്ന് അവൻ അറിയാറില്ല. യെസ്. ഐ ഡു നോട്ട് യൂസ് ഇയർഫോൺ. ശ്രീലക്ഷ്മി പറയുന്നു ഞാൻ ഇയർഫോൺ ഉപയോഗിക്കാറില്ല. ഓക്കെ, നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാത്ത സംഭവങ്ങൾ. ഐ ഡു നോട്ട് ഗോ ഫോർ ജോഗിങ് എവറി ഡേ. അമൃത പറയുന്നു ഞാൻ എല്ലാ ദിവസവും ജോഗിങ് ചെയ്യാറില്ല. ഐ ഡു നോട്ട് ഗോ ഫോർ ജോഗിങ് എവറി ഡേ. യെസ്. ഐ ഡു നോട്ട് ഈറ്റ് ചിക്കൻ. മനു പറയുന്നത് ഞാൻ ചിക്കൻ കഴിക്കാറില്ല. ഐ ഡു നോട്ട് ഈറ്റ് ചിക്കൻ. അത് മനുവിന്റെ ക്യാരക്ടറാണ് കേട്ടോ, ഒരാളുടെ സ്ഥിര സ്വഭാവം. ഐ ഡു നോട്ട് ഈറ്റ് ചിക്കൻ. യെസ്. ഐ ഡു നോട്ട് എക്സസൈസ് എവറി ഡേ. സഫീല പറയുന്നു ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറില്ല. ഐ ഡു നോട്ട് എക്സസൈസ് എവറി ഡേ. ഐ ഡു നോട്ട് ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. അമൃത പറയുന്നു ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. മൈ സൺ ഡസ് നോട്ട് സ്പെൻഡ് മോർ ടൈം ഓൺ സോഷ്യൽ മീഡിയ. എന്റെ മകൻ സോഷ്യൽ മീഡിയ അധികം സമയം ചെലവഴിക്കാറില്ല. എന്താണ് ഫാത്തി പറയാൻ പോയെ? ഐ ഡു നോട്ട് യൂസ് കൂൾ ഡ്രിങ്ക്സ്. ഞാൻ കൂൾ ഡ്രിങ്ക്സ് ഉപയോഗിക്കാറില്ല. ഐ ഡു നോട്ട് യൂസ് ജീൻസ് ആൻഡ് ടോപ്പ്. ഷിജിന ഞാൻ ജീൻസും ടോപ്പും ഉപയോഗിക്കാറില്ല. യെസ്. ഐ ഡു നോട്ട് സുൽഫക്ക കറക്റ്റ് ആണ്. ING വേണ്ട നമുക്ക്. ഐ ഡു നോട്ട് വാച്ച് TV. ഐ ഡു നോട്ട് ഈറ്റ് ജങ്ക് ഫുഡ്. ഓക്കെ സ്നേഹ? യെസ്. എല്ലാം നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്. ഡു നോട്ട് വെച്ചിട്ട് ഐ ഡു നോട്ട് ടെൽ ലൈസ്. സൗമ്യ പറയുന്നത് ഞാൻ നുണ പറയാറില്ല. വെരി ഗുഡ് സൗമ്യ. ഐ ഡു നോട്ട് ടെൽ ലൈസ്. ഓക്കെ. ഐ ഡു നോട്ട് ലൈക്ക് നോൺ വെജ് ഫുഡ്. ശ്രീലക്ഷ്മി പറയുന്നു ഐ ഡു നോട്ട് ഗോ ഫോർ മൂവീസ്. ഫാത്തി ഐ ഡു നോട്ട് യൂസ് മൊബൈൽ ഗെയിംസ്. അനീഷ. ഓക്കെ, ഇനി നിങ്ങൾ സ്ഥിരം ചെയ്യാതിരിക്കുന്ന കാര്യം ഡു നോട്ട് വെച്ച് നിങ്ങൾക്ക് പറയാം. ഐ ഡു നോട്ട് യൂസ്, ഐ ഡു നോട്ട് സ്മോക്ക്. ഞാൻ പുകവലിക്കാറില്ല. ഐ ഡു നോട്ട് യൂസ് ആൽക്കഹോൾ. ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല. യെസ്, ഇഷ്ടംപോലെ കിടക്കല്ലേ. ഐ ഡു നോട്ട് സ്റ്റഡി ഡെയിലി. സുൽഫത്ത് പറയുന്നത് എല്ലാ ദിവസവും പഠിക്കാറില്ല. പഠിക്കുന്ന ദിവസം നന്നായിട്ട് പഠിക്കും. യെസ്. ഓക്കെ, റെഡിയാണ്. നിങ്ങൾ പറഞ്ഞതെല്ലാം റെഡിയാണ്. നിങ്ങളുടെ ഐഡിയ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പോസിറ്റീവ് ടൈപ്പുള്ള സെന്റൻസ്. ഐ ഡു നോട്ട് പ്രിപ്പയർ ഫുഡ്. സുഹൈല
അത് ഫുഡ് പ്രത്യേകം മാറ്റിയിട്ട് പ്രിപ്പയർ പ്രത്യേകം മാറ്റാം. ഐ ഡു നോട്ട് റീഡ് എവറി ഡേ ദാറ്റ് എല്ലാം ing കളയാം. ing കണ്ടിന്യൂസ് ടെൻസ് വരുമ്പോഴാണ് അതിനെ കുറിച്ച് പറയാം. ഓക്കെ സുഹൈന? യെസ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന്റെ പോസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള സെന്റൻസ് പറഞ്ഞു, നെഗറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള സെന്റൻസ് പറഞ്ഞു. ഇനി നമുക്ക് അതിന്റെ ഇൻട്രോഗേറ്റീവ് അഥവാ ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ച് പറയാം. ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ട്, ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറില്ല. ഇനി ചോദിക്കാൻ പോണത് 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ? ഒരു ചോദ്യം ചോദിക്കുന്നു, ഒരു ചോദ്യമായിട്ട് ചോദിക്കുന്നു, ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അങ്ങനെ ചോദ്യമാക്കുമ്പോൾ ഒന്നുകിൽ ഡു അല്ലെങ്കിൽ ഡസ്, അത് ആദ്യം പറഞ്ഞ ചോദ്യമായിട്ട് മാറി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ്. സുഖേന, ഐ ഡു നോട്ട് സ്പെൻഡ് മച്ച് ടൈം ഫോർ ദ ഫാമിലി. യെസ്, അതായത് ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock. ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കാറില്ല. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കാറുണ്ടോ? അപ്പൊ നമുക്ക് വേണ്ടത് ആ നോട്ട് അങ്ങോട്ട് കളഞ്ഞിട്ട് ആ ഡു എന്നുള്ളത് ആദ്യം പറയാം. ഡു യു വേക്ക് അപ്പ് അറ്റ് 6 o'clock? ഓക്കെ കുഞ്ഞി, ഡു യു വേക്ക് അപ്പ് അറ്റ് 6 o'clock? നവിത, ഡു യു ഗെറ്റ് അപ്പ് അറ്റ് 6 o'clock? ലൈറ്റ് കറക്റ്റ് ആണ്. ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നത്? അത് ഇറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ, അതൊരു ചോദ്യമായിട്ട് മാറുന്നു. ഓക്കെ, ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ അത് ഒരു ചോദ്യമായിട്ട് മാറുന്നു. ഓക്കെ സൗമ്യ, ഡസ് ഹി സിംഗ്? അവൻ പാടാറുണ്ടോ? ഡസ് ഹി വേക്ക് അപ്പ് അറ്റ് 6 o'clock? ഡസ് വരാൻ കാരണം ഹി വന്നതുകൊണ്ടാണ്. ഹിയും ഷിയും വന്നാൽ ഡസ് ചെയ്യാറില്ല. ആദ്യം യു അല്ലെങ്കിൽ മറ്റുള്ളത് വന്നു കഴിഞ്ഞാൽ ടു ചേർത്ത്. ഡു യു അല്ലെങ്കിൽ ഡസ് ഹി. ഡു യു ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്? സുഹൈന, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ. അപ്പൊ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറയാം. ഓക്കെ, ശ്രുതി, ഡസ് ഹി ഗോ ടു സ്കൂൾ? ഡസ് ഹി ഗോ ടു സ്കൂൾ? കറക്റ്റ് ആണ്. യെസ്. ഇനി ഡു യു റീഡ് ന്യൂസ് പേപ്പർ? നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ഡു യു സീ മീ? നിങ്ങൾ എന്നെ കാണാറുണ്ടോ? ഡു യു ലുക്ക് മീ? ഡു യു ഡ്രിങ്ക് ടീ എവറി ഡേ? ഓക്കെ ഷിജിന, കറക്റ്റ് ആണ്. നിങ്ങൾ എല്ലാ ദിവസവും ചായ കുടിക്കാറുണ്ടോ? അമൃത, ഡു യു റൈഡ് യുവർ ബൈക്ക്? ഓക്കെ അമൃത, ഡു യു ഡാൻസ്? ഡാൻസിങ് വേണ്ട, ഡാൻസ് പ്രസന്റ് ടെൻസ് മതി. ഡാൻസ്, ഡു യു ഡാൻസ്? നിങ്ങൾ നൃത്തം ചെയ്യാറുണ്ടോ? ഡു യു ലവ് മീ? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ, സ്നേഹിക്കാറുണ്ടോ? യെസ്. ഇനി ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം വരുന്ന ചോദ്യങ്ങൾ. ഡു യു തിങ്ക് എബൌട്ട്? ഒരു ഐറ്റം പറയാം. എബൌട്ട് ഒരു ഐറ്റത്തിന്റെ പേര് പിന്നെ കറക്റ്റ് ആയി. ഡു യു നോ മീ? ഓക്കെ നവിത, നല്ല ചോദ്യം. നിങ്ങൾക്ക് എന്നെ അറിയാമോ? ഡു യു സീ വാച്ചിങ് ടി വി? അപ്പൊ ഡു യു വാച്ച് ടി വി എന്ന് ചോദിച്ചാൽ മതി. ഡു യു സ്റ്റഡി എവറി ഡേ? അനീഷ, ഡു യു ലൈക്ക് ദിസ് ഫുഡ്? ഓക്കെ കുഞ്ഞി, ഡു യു സ്റ്റഡി എവറി ഡേ? ശ്രുതി, ഡു യു ലൈക്ക് ട്രാവലിംഗ്? ഓക്കെ നന്ദന, നല്ല ചോദ്യം. ഡു യു ലൈക്ക് ട്രാവലിംഗ്? യെസ്. ഡു യു തിങ്ക് am I fool? No, you are intelligent. Yes. Okay, do you have a great, Suhaila, do you have a great as Sulfat? Okay, do you know our president? Okay, do you eat chicken every day? Do you get angry quickly? Okay, Saina, very good, very good. Do you remember me? Okay, Leju, do you remember me? Yes. Yes, do you like non-veg? Sudhi, do you like non-veg food? Sneha, Sudhiyum Snehayum ഏതാണ്ട് ഒരേപോലെയുള്ള വാചകം എഴുതിയായിരുന്നു, മനഃപൂരിതമായിരിക്കും. Yes. Do you have exercise every day? Okay, Safina.
Do you love me, Nasija? Does he went for അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കുഞ്ഞി. ആ വെന്റ് എന്നുള്ളത് ഗോ എന്നാണ്. Does he go for ശരിയാണ്. Does വരുമ്പോൾ പെർസെന്റേജ്. ഓക്കെ. Do you like me, Alicia? Correct. Do you spend time with your family? Okay, Suzy. Do you go to school? അങ്ങനെയാണത്. Yes. Do you like a song, Salna? Does he do his homework, Nabida? Do you have friend? Okay, Suhaina. Yes. Very simple, very simple. Okay, okay, okay. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിനോട് ഇവിടെ പറയാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രസന്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞത് ഡെയിലി നടക്കുന്ന ദൈനംദിന ഹാബിച്വലായ ആക്ഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഡു യു മിസ് മീ? ഓക്കെ അനീഷ, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളെ കുറച്ച് ദിവസം കണ്ടില്ലെങ്കിൽ നമുക്ക് ചോദിക്കാം. ഡു യു മിസ് മീ? ഡു യു നോ മലയാളം? അനീഷ. ഡു യു ഹാവ് എ പെൻ? ഓക്കെ വിജയ്. ഓക്കെ. Do you want dance? Okay. Yes. അടുത്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനെ കുറിച്ച് പറഞ്ഞു, സിമ്പിൾ പ്രസന്റേഷനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ പോസിറ്റീവ് ടൈപ്പ് സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു, നെഗറ്റീവ് ടൈപ്പ് സെന്റൻസിനെ കുറിച്ച് പറഞ്ഞു, ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ കുറിച്ച് പറയും. ഓക്കെ. ഇനി നമുക്ക് ആരാണ് ഒരാള് വരിക? യെസ്, ധൈര്യമുള്ള ഒരാളാണ് വന്നത്. നമുക്ക് എല്ലാവർക്കും ധൈര്യമായി തുടങ്ങിയതല്ലേ? ഒരാള്. യെസ്, ആരെങ്കിലും ഒരാള്? സുഹൈന. സുഹൈന. യെസ് സർ. ഓക്കെ, റെഡി ആയിട്ട് നിൽക്കട്ടെ. ഇനി ഞാൻ ഒരാളോട് വിളിക്കണേട്ടാ. ഇനി അടുത്തൊരാള് അമൃത. അമൃത. യെസ്. ശ്രുതി. ശ്രുതി. രണ്ട് ശ്രുതി ഉണ്ട്. ശ്രുതി, അഖിൽ. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ ഈ സുഹൈന ശ്രുതിനോട് ഡൂവിൽ തുടങ്ങുന്ന എന്നിങ്ങനെ 2 3 ചോദ്യങ്ങൾ ചോദിക്കും. ഒരു 5 ചോദ്യം ചോദിച്ച് സുഹൈന, നിങ്ങൾ രണ്ടുപേരും വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയതാണ്. അപ്പൊ നിങ്ങള് സുഹൈന ശ്രുതിയോട് ഡു യു എന്ന് ആരംഭിക്കുന്ന ഒരു 5 ചോദ്യം ചോദിക്കുകയാണ്. വേണമെങ്കിൽ ചോദിക്കാൻ ഡു യു നോ മീ, നിനക്ക് എന്നെ അറിയാമോ? അപ്പൊ ശ്രുതിക്ക് എന്നെ മറുപടി പറയാം യെസ് ഐ നോ യു, അല്ലെങ്കിൽ പറയാം നോ ഐ ഡോണ്ട് നോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സുഹൈനക്ക് ചോദിക്കാം ഡു യു ടേക്ക് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, അല്ലെങ്കിൽ ഡു യു ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? യെസ് ഐ ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 6 o'clock 5 o'clock. അങ്ങനെ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഡു യു നോ ഹൗ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ, നിനക്കൊരു കപ്പ് ചായ ഉണ്ടാക്കാൻ അറിയാമോ? ശ്രുതിക്കേണ്ട ആൻസർ യെസ് ഐ നോ ഹൗ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ, അല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. വേണമെങ്കിൽ സുഹൈനക്ക് ചോദിക്കാം ഡു യു ഡ്രോ പിക്ചർ, നീ പടം വരക്കാറുണ്ടോ? അപ്പൊ ശ്രുതിക്ക് പറയാം യെസ് ഐ ഡ്രോ പിക്ചർ, അല്ലെങ്കിൽ പറയാം നോ ഐ ഡു നോട്ട് ഡ്രോ പിക്ചർ. അതൊക്കെ എന്ത് മറുപടി പറയണമെന്നതിന് ശ്രുതിന് ഇഷ്ടം. അപ്പൊ സുഹൈനക്ക് ആലോചിക്കാൻ വേണ്ടിയിട്ട് സമയം തന്നത് ശ്രുതിയോട് ഡൂവിൽ തുടങ്ങുന്ന ഡു യു എന്ന് ആരംഭിക്കുന്ന ഒരു 5 ചോദ്യം ചോദിച്ച്. ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്? ഡു യു ഹാവ് ദ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ ശ്രുതി മറുപടി പറഞ്ഞു. I eat my breakfast. Okay, I eat my breakfast at 7 o'clock. Okay. ഇനി അടുത്ത ചോദ്യം ചോദിച്ചു. Do you have a TV watching? Do you have the habit of TV? Do you watch TV? നിങ്ങൾ TV കാണാറുണ്ടോ? Yes. Yes, I was watching TV. I watch TV. I watch TV. Okay, okay, correct ആണ്. സുഹൈന, ഇനി അടുത്തൊരു ചോദ്യം ചോദിച്ചു. Do you have writing? Do you write? നിങ്ങൾ എഴുതാറ് 5 വേണ്ട. Do you write? നിങ്ങൾ എഴുതാറുണ്ടോ? Yes. പറഞ്ഞോളൂ ശ്രുതി. No, I don't.
No, I don't like to write. യെസ് ആണെങ്കിൽ യെസ് എന്ന് പറയാം, നോ ആണെങ്കിൽ നോ എന്ന് പറയാം. ഓക്കെ, രണ്ട് ചോദ്യം കൂടെ അവശേഷിക്കുന്നുണ്ട്. സുഹൈന ചോദിച്ചോളൂ. Do you have your hobby? Do you love your hobby? നിങ്ങൾക്ക് ചോദ്യം ഒരു പ്രശ്നമാണ്, എന്നാലും പോട്ടെ. പറഞ്ഞോളൂ ശ്രുതി. Yes. Yes. I would like to drawing. Yes. സുഹൈന, അടുത്ത ലാസ്റ്റ് ചോദ്യം ചോദിക്കി. Do you like a song? Yes. Do you like song? I like Yes, to hear the song. Oh, okay. I like to hear the song. ഇനി പാടോ എന്ന് പറയിപ്പിക്കാതിരിക്കാൻ വേണ്ടി എടുത്തു. I like to not sing the song but hear the song. Okay, ശ്രുതി, കൊള്ളാം കൊള്ളാം. അപ്പൊ സുഹൈന, നല്ല ചോദ്യം വരുന്നു. ഓക്കെ 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 ഓക്കെ. Thank you, sir. ഓക്കെ, വെൽക്കം വെൽക്കം വെൽക്കം. ഓക്കെ, ഇനി അടുത്തൊരു രണ്ടുപേരും വന്നതുപോലെ യെസ് ഡു വെച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരം പറയാനും. എല്ലാവരും ഒരു ഡു വെച്ചിട്ട് ഒരു 5 ചോദ്യം ആരുടെങ്കിലും ചോദിക്കാൻ റെഡിയാക്കി വെക്കാം. 5 ചോദ്യം, നല്ല രസകരമായിട്ടുള്ള ചോദ്യം. ഡു യു ഹാവ് മദർ ഇൻ ലോ? ഡു യു ഹാവ് ഫാദർ ഇൻ ലോ? ഓക്കെ. ഞാൻ അമൃതനെ വിളിച്ചിരുന്നു, അമൃതനെ വിളിച്ചിട്ട് കിട്ടിയില്ല. യെസ് അമൃത, ആർ യു റെഡി? ഓക്കെ, അമൃത റെഡിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ ഓക്കെ, വെയിറ്റ്. യെസ്, ഒരാളും കൂടി, വൺ മോർ പേഴ്സൺ. ശരണ്യ. ഞാനത് അമൃത ഈസ് റെഡി. രതീഷ് യെസ്. നിങ്ങളിങ്ങനെ മാറി നിൽക്കില്ല മക്കളെ. ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ തന്നെയല്ലേ, ഞാനല്ലല്ലോ. അപ്പൊ വളരെ സിമ്പിളായ ചോദ്യമല്ലേ, ഇതിനെ പേടിക്കണേ. ആരാണ്? സുൽഫത്ത്. അപ്പോ സുൽഫത്തെ, അമൃതയാണ് ചോദ്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം സുൽഫത്ത് 5 ചോദ്യം കൂടി ചോദിക്കാം. ഓക്കെ, ഇപ്പൊ അമൃത ചോദിക്കുന്നു. ഓക്കെ ഓക്കെ, ചോദിച്ചോളൂ അമൃത. സ്റ്റാർട്ട്. ഡു യു വെച്ചിട്ടാണ് ചോദ്യം. ഓക്കെ, Do you love me? വെരി ഗുഡ്. Yes, I love you. I love you. Yes, I love you. Very good. Thank you. Okay, do you love ice cream? Yes, of course, I love it. Yes, of course. Very good. Very good. Do you play tennis? No, I don't like it. I like football more than tennis. Okay. Yes. Do you read book? Yes, always. At night, I always read book. Okay. Do you like animals and birds? Yes, of course, I like it. അമൃത സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അമൃത, കുഴപ്പമില്ല, ചോദിച്ചു. ഞാൻ 5 തന്നെ പറഞ്ഞെങ്കിലും കുഴപ്പമില്ല, ചോദിച്ചു. Okay. Do you eat meat? I didn't get you. Once more. Do you eat meat? Yes, of course, I eat. Okay, thank you. Okay. Questions are over. Okay, very good. അപ്പൊ അമൃത ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇത് നേരത്തെ അമൃത ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കൂ. അമൃതനോട് ഒരു 5 ചോദ്യം ചോദിച്ച്, അമൃത ചോദിച്ച പോലെ രസകരമായിട്ട് ചോദിച്ചേ. Hello, Amrita. Do you remember me? I'm your childhood friend. Yes, I remember you. Yes, very good. Do you working now? Yes, I'm in work and side kuda iduda pothundu. Yes. Do you come here by bus? Sorry? Do you come here by bus? Yes, sometimes bus and sometimes scooty. Yes.
Do you sing now as you are singing in our high school days? No, I don't. യെസ്. അപ്പൊ അമൃത വളഞ്ഞിട്ട് പിടിക്കുന്ന ആള്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. കുട്ടി വന്നോളൂ. Okay, sir. Finished. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓക്കെ അമൃത, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ സുൽഫിൽ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തൊരാള്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി അടുത്തൊരാള് വന്ന്. അടുത്തൊരാള് യെസ്, ലൈജു. ലൈജു, നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നതാണ് പ്രശ്നം. Sir, I'm ready. ഞാൻ റെഡി. ഓക്കെ ഓക്കെ. സൗമ്യ ഈസ് റെഡി. ഓക്കെ, ഒരാൾക്ക്. ഓക്കെ ഓക്കെ, വെയിറ്റ് ചെയ്യും സൗമ്യ. ഒരാളും കൂടി വേണം സൗമ്യക്ക്, പേരായിട്ട് ഒരാളും കൂടി വേണം. സൗമ്യ 5 ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനായിട്ട്. അല്ല, ചോദ്യം ചോദിക്കുന്നത് സൗമ്യയാണ്. അപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. സിമ്പിൾ ആയിട്ട് ചോദ്യം. ശ്രുതി അരവിന്ദ്, ആർ യു റെഡി? ശ്രുതി അരവിന്ദ്, ആർ യു റെഡി? ഞാനാണ് അൽഫിയ. അമൃത പറഞ്ഞു. ശരണ്യ, ശരണ്യ അമ്മു, ശരണ്യ. സുഹൽ, സുഹലാബ്, സുഹലാബ്. സാറേ ഞാൻ റെഡിയാണ്. ആരാണ്? നവിത. ഓക്കെ 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 ഓക്കെ. ചോദിച്ചോളൂ ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ചോദിച്ചോളൂ സൗമ്യ, ചോദിച്ചോളൂ. Okay, sir. ഡു യു വെച്ചിട്ട് ഒരു 5 ചോദ്യം ചോദിച്ചോളൂ. It's 2 o'clock. Is the time? Do you have your lunch? Yes, I have. How many children do you have? 1. Only one child. When your child come back from school? At 3:30. Did you prepare any snack for them? Yes, I do. Do you play with them? Yeah. Yes. Okay, sir. Fine. ഓക്കെ 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 ഓക്കെ. Okay. ഞാൻ ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ. Do you have pets? പെറ്റ്സ് അല്ലേ? Pets. പെറ്റ്സ്. Hello. സൗമ്യ. Hello. സൗമ്യ, സൗമ്യ, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി. Question? Do you have pets? No, I don't have any pets. I don't like pets. Do you know how to go to nearby school? Yeah, I have car and I have a scooty also. Okay. Do you know me? Oh, I'm sorry, I don't know. Yes. Okay. ഓക്കെ, അതുകൊണ്ട് അല്ലേ? Okay, thank you. ഓക്കെ 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 ഓക്കെ. നിങ്ങൾ രണ്ടുപേരുടെയും ആ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആക്സെന്റ് വളരെ മനോഹരമായിരുന്നു കേട്ടോ. Thank you, sir. Thank you, sir. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പ്രോഗ്രസ് ഒക്കെ ഉണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഇനി രണ്ടുപേരാണ്. Sir, ഞാൻ പറയാം. ഓക്കെ. ഒന്ന് ലച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ലച്ചുവിന് പേരായിട്ട് ഒരാളും കൂടി വേണം. ആരാണ്? ആരാണ് ലച്ചുവിന് പറയുന്നത്? ഷിജിന വന്നിട്ടുണ്ട്. ഷിജിന. അപ്പൊ ഷിജിന, ലച്ചു 5 ചോദ്യം പറഞ്ഞത്. എന്നാലും അതിന്റെ കയ്യിൽ നിന്ന് രണ്ടുകൂടെ ചേർന്നോട്ടോ. ഡു യു തന്നെ ഇപ്പൊ ഒരു ഉത്തരം പറഞ്ഞു കഴിയുമ്പോ ആ ഉത്തരത്തിന് നമുക്കൊരു ചോദ്യം ഉണ്ടാക്കാൻ പറ്റും. കാരണം ആ ഉത്തരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിപ്പെൻഡിങ് upon the answer we can make one more question. അതൊക്കെ കൂടി ചോദിച്ചു. ഓക്കെ ഓക്കെ. അപ്പോ ലച്ചു അത് ചോദിച്ചോളൂ. Do you speak English? Yes. Do you speak English? Shijina. I speak English
എന്തൊക്കെയാ അതിന്റെ കൂടെ പറഞ്ഞോളൂ. Sorry, കേട്ടില്ല. ഷിജിന് ആൻസർ കംപ്ലീറ്റ് ആയി. എന്തോ പറഞ്ഞ് അവസാനിപ്പിക്കാത്ത പോലെ തോന്നി. അതിന്റെ കൂടെ വേറെ എന്തൊക്കെയോ കൂടെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന പോലെ തോന്നി. Yes, I speak, but small words only. യെസ്, ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. സാർ ഇടയ്ക്ക് വിട്ട് ഒന്നും ക്ലിയർ ആവുന്നില്ല. ഓക്കെ 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 റേഞ്ചിന്റെ പ്രോബ്ലം എനിക്കുണ്ട്. നോ പ്രോബ്ലം. കണ്ടിന്യൂ. നെക്സ്റ്റ് കണ്ടിന്യൂ. ഡു യു ലൈക്ക് കോഫി? No, I don't like coffee. I like tea. യെസ്. ഡു യു എൻജോയിങ് റീഡിംഗ് ബുക്ക്? ഡു യു Yes. എൻജോയ് റീഡിംഗ് ബുക്ക്? ഓക്കെ. Yes, I like book. അപ്പൊ ഇവിടെ വേണമെങ്കിൽ ഷിജിന് അടുത്ത ചോദ്യം വേണമെങ്കിൽ കണക്ട് ചെയ്ത് വേണമെങ്കിൽ ചോദിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്? അല്ല, ആ ഉത്തരത്തിൽ നിന്ന് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം. എങ്ങനെയുള്ള പുസ്തകങ്ങളാണ് വായിക്കുന്നത്? ഹു ഈസ് യുവർ ഫേവറേറ്റ് റൈറ്റർ? നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? വാട്ട് ഈസ് യുവർ സേ സംതിങ് അബൌട്ട് എം ടി വാസുദേവൻ നായർ. കയ്യിൽ നിട്ടോ, കയ്യിൽ നിന്ന് പോകട്ടെ. യെസ്, ഓക്കെ, ചോദിച്ചോ. Where do you go to school? Sorry. ഷിജി പോയാ? ഷിജിന, Hello. where is your school? My school is Panur. Panur. Yes. ലച്ചു, അടുത്ത ചോദ്യം. Where do you go to school? ഓക്കെ, അത് പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിച്ചോ ലച്ചു. Do you like spend time home? Yes, I like my home. Yes. Where do you live? Where do you live? I live in Kannur at Pullur. Yes. Okay. എന്റെ കഴിഞ്ഞു. ഓക്കെ ഓക്കെ. മൈ ക്വസ്റ്റ്യൻ അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ പറയാം. മൈ ക്വസ്റ്റ്യൻസ് ആർ ഓവർ സർ. എന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കംപ്ലീറ്റഡ്. ഓക്കെ, ഷിജിനെ ചോദിച്ചോളൂ. നല്ല രസകരമായിട്ട് ലച്ചുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. Let's you. Do you know me? Do you know me? Do you Know me? ഹലോ വിട്ടുപോന്നു. Do you know me? നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് എന്നെ അറിയാമോ? Yes, of course. Oh, yes, of course. Very good. Do you working now? Do you work No. now? No, studying. I am studying. Yes. Yes. അടുത്ത ചോദ്യം ചോദിച്ചോളൂ ഷിജിന. Do you have pets? Do you No. have? No pets. Only birds. Do you have pets? Okay. അടുത്ത ചോദ്യം. Do you like chicken? Yes. Yes, I like cricket. Yes. അടുത്തത്. Okay, sir. My question over. My questions are over. Okay, ഷിജിന. Okay. ഷിജിന ഉത്തരം പറയാനായിട്ട് നല്ല സ്മാർട്ട് ആയിരുന്നു. ചോദ്യം ചോദിച്ചപ്പോൾ ഒരു കുറച്ചൊരു ധൈര്യക്കുറവ് പോലെ തോന്നി. ഈ നെറ്റിന്റെ കംപ്ലൈന്റ് ആണെന്ന് അറിയാൻ പാടില്ല. കുഴപ്പമില്ല, എന്നാലും രസകരമായിട്ട് ചോദിച്ചു. ഓക്കെ, അല്ല അമൃതയൊക്കെ ചോദിച്ചപ്പോഴാണ് നല്ല രസകരമായ ചോദ്യം വന്നത്.
അതുപോലെ രസകരമായ ചോദ്യം ചോദിക്കാൻ. യെസ്, ഇനി അടുത്ത രണ്ടുപേര് വരുന്ന ആരൊക്കെയാണ്? നെക്സ്റ്റ് 2 പേഴ്സൺ. ഞാൻ ഓക്കെ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഒരാള് സവിയ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത വരുന്ന സവിയക്ക് ഒരു പേരായിട്ട് വരുന്ന ആരാണ്? ഹലോ സർ. ഹലോ ഹലോ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. സവിയ. സവിയല്ലേ? സവിയ. ഓക്കെ, സവിയുടെ കൂടെ ഒരാൾ കൂടി വേണമല്ലോ. ഓക്കെ, സവിയ ഒന്ന് വെയിറ്റ് ചെയ്യൂ. സവിയുടെ കൂടെ ആരാണ്? സവിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയും. ഓക്കെ ഓക്കെ. നസീജ. സവിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് ചങ്കുറ്റമുള്ളത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ നസീജ വന്നിട്ടുണ്ട്. ഐ വിൽ ഫേസ് ദി ക്വസ്റ്റ്യൻസ് ഓഫ് സവിയ. ഓക്കെ സവിയ, നസീജിനോട് ചോദിച്ചോളൂ. നസീജിനോട്. Do you like it her song? Oh, I like. യെസ്. Do you like it Smart Academics class? Of course, it's nice class. All teachers are very good. യെസ്. Do you want to go to the movies? Yeah, I like to watch movies. Do you enjoy reading? No, I'm not interested in reading. യെസ്. Do you like to swim? What? I'm not clear. Do you like it swim? Swimming. No, I don't know to swim. യെസ്, ചോദിച്ചോളൂ. Enough. ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ സവിയുടെ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നസീജ, തിരിച്ച് ഒരു 5 ചോദ്യം ചോദിച്ചോളൂ, രസകരമായത്. Do you need any help? No, I have not needing help. Okay. Do you know my number? No, Uh, I know your number. Do you need it? കേട്ടില്ല. Do you need it? Read Yes, I am. Do you need it? Yes, do Do you you need need it? my phone number? Okay, 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 okay. No. Okay. Yes. Do you keep this safely? Not clear. Do you keep my book safely? Sorry, Suresh. not clear. സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതാണ് ചോദിച്ചത്. Do you keep my book safely? Okay. Sir, Do you know to speak Hindi? Yes. Yes. Do you like chocolate? Yes, I also like it chocolate. Okay. Yes. Okay, sir. Okay, thank you. Okay, thank you, Sophia and Nasija. Okay, 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 okay. നിങ്ങൾക്കൊരു എന്താ പറയാ എവിടെയെങ്കിലും നിന്ന് പറയാനായിട്ട് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നത് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നു. ഓക്കെ, നിങ്ങൾ വളരെ രസകരമായിട്ട് എല്ലാവരും പറഞ്ഞ എല്ലാവരും തന്നെ സൗമ്യയും നവതയും ലച്ചുവും ഷിജിനിയും അമൃതയും സാവിയയും നസീജയും എല്ലാവരും വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതായിരിക്കാണ് പറയാൻ താല്പര്യമുള്ളത്. ഹലോ സർ. യെസ്, പറയൂ. ആരാണ്? സൗമ്യക്ക് അല്ലേ? ഓക്കെ, സൗമ്യക്കുള്ള ചോദ്യങ്ങൾക്ക് പ്രതിരോധിക്കാൻ ശക്തിയുള്ള ആരാണെന്ന് നോക്കട്ടെ കേട്ടോ. ചോദ്യം ചോദിക്കാനാണ് സർ. ചോദ്യം ചോദിക്കാനാണ്. ഓക്കെ, ശില്പ അല്ലേ? അതെ. ശില്പയാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കാം. ഓക്കെ, അപ്പൊ സൗമ്യയോട് ചോദിച്ചോളൂ. സൗമ്യ. ഹായ് സൗമ്യ. Hi. Do you like our English class? Yes, I like English class. Do you like sweet? Sweet എന്നാണോ? Sweet. Yes, I like sweets. Do you like to study with me? Yes, I like study. Okay. Do you like to work in India or out of country? Do you like working? India or out of country? India. I like working India. Okay.
Do you have any hobbies? Yes. I do you have hobbies ഉണ്ടോന്നല്ലേ ചോദിച്ചേ? അതെ Ah, അതെ Yes. ഉണ്ടോന്നാണ് ചോദിച്ചത്. My hobbies reading books. Okay. Okay, sir. ഞാൻ ചോദിക്കട്ടെ സാർ? ഓക്കെ ചോദിച്ചോളൂ. Do you attend hospital administration class regularly? Sometimes. Do you complete degree? No, I just completed my diploma in radiology. Yes. Which college complete in diploma? It was an institution. Do you work? Do you work now? No, Okay. Do you have children? no, I'm not married. Okay. Okay, sir. ഓക്കെ സാർ. ഓക്കെ അപ്പൊ Thank you. നമുക്ക് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് കുട്ടികളുണ്ടോ എന്ന് ചോദിക്കണേ മുമ്പ് ആർ യു മാരീഡ് എന്ന് ചോദിച്ചതിന് ശേഷം ഹൗ മെനി ചിൽഡ്രൻ യു ഹാവ് എന്ന് ചോദിക്കാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അത് ഇതിന്റെ കാര്യങ്ങളല്ല. ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ചിലപ്പോ അതിന് പ്രൈമറി ആയിട്ട് വേറൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം മാത്രമേ ചില ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ചോദ്യങ്ങളുടെ ആ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നേരത്തെ ചോദിച്ച ആളുകൾ വ്യത്യസ്തമായിട്ട് നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയപ്പോൾ അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഐ ലൈക്ക് യുവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഞാൻ പറയാം 5 ചോദ്യങ്ങൾ. ആരോടെങ്കിലും എന്നോടും 5 ചോദ്യങ്ങൾ ചോദിച്ചോ, അവയ്ക്കുള്ളത് ഞാനും പറയാം എന്ന് പറയാവുന്ന ആരെങ്കിലും? I am Alicia. അലീഷ ഈസ് റെഡി. അലീഷ, ജസ്റ്റ് വെയിറ്റ് ഫോർ 1 minute. അലീഷ ഒരാൾ റെഡിയാണ്. അലീഷയ്ക്ക് പറ്റിയ ഒരു പേര് വേണമല്ലോ. ആരെങ്കിലും ഒരാള്? I am ready, sir. ഓക്കെ. അപ്പൊ അലീഷയ്ക്ക് പറ്റിയ ഒരാൾ വന്നിട്ടുണ്ട്. സഫീനയാണ് വന്നേക്കുന്നത്. സഫീന. ഓക്കെ. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയമുള്ള എന്റെ പേരില്ലേ ഇതേപോലെ ചോദിക്കും. ഞാനിതിപ്പോ എന്റെ അനുഭവം പറയാണ്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടല്ല. ഞങ്ങളൊക്കെ SSLC പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഞങ്ങൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ എറണാകുളത്തുള്ള സ്ഥാപനമാണ്. അന്ന് ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് അവിടെ ഒരു മെത്തേഡായിരുന്നത്. ഒരാൺകുട്ടി എഴുതിയേൽപ്പിച്ച് നിർത്തുന്നു, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒരു പെൺകുട്ടി എഴുതിയേൽപ്പിച്ചിരുന്നു. എന്നിട്ട് അവിടുത്തെ ഇൻസ്ട്രക്ടർ പറയും, നീ പറഞ്ഞു സംസാരിച്ചോളാൻ പറയും. പറഞ്ഞത് തെറ്റ് എന്നൊരു വിഷയമേ അല്ല, സംസാരിച്ചു എന്ന് പറയും. അപ്പൊ ആദ്യം എന്താ ചോദിക്കുക? വാട്ട് ഈസ് പേരറിയാം എങ്കിലും ചോദിക്കും വാട്ട് ഈസ് യുവർ നെയിം. തിരിച്ചിങ്ങാടി ചോദിക്കും. പിന്നെ ചോദിക്കാനുള്ള വിഷയങ്ങളായി അന്നത്തെ ന്യൂസ് പേപ്പറുടെ കാര്യങ്ങൾ വരെ ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ കുറച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് വർദ്ധിക്കും. ഓക്കെ, അലീഷ. Hi, Safina. Okay, you start asking us. Hi, Alicia. Do you like this course, hospital administration? Yes, I Yes. interested. What do you aim to study this course? Huh? What do you aim to study this course? What do you? ഉദ്ദേശിച്ചത് ഈ കോഴ്സ് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്തായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ പരിഗണന കൊടുക്കാൻ കാരണം എന്തായിരുന്നു എന്നുള്ളതാണ് അലീഷ ഉദ്ദേശിച്ചത് അല്ലേ? Am I right? Yes. Any എന്താ ഒരു ജോബിന് To secure a job. to secure a job. To secure a job, I want to be financially independent. അതൊന്നും പറയാം. നമുക്ക് ഫിനാൻഷ്യലി ആയിട്ട് ഞാൻ ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുന്നു. സഹായിക്കുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷെ I want to be financially independent. സാമ്പത്തികമായിട്ട് ഞാൻ എന്റേതായ വഴികൾ നോക്കുന്നു. ഓക്കെ, I to secure a job. നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം I to secure a job abroad. വിദേശം. ഞാനൊരു വിദേശ ജോലിയാണ് ആഗ്രഹിക്കുന്നത്. So I find this course more suitable for that. So I selected this course. Okay, അലീഷ. അല്ല സഫീന, മനസ്സിന്റെ ആ പവർ കളയില്ല, ശാന്തമായിട്ട് നേരിടുക. ഇതെല്ലാം ഇതിനപ്പുറം അങ്ങനെ സാവകാശം പറഞ്ഞാൽ മതി. ഓക്കെ, പറഞ്ഞു അലീഷ. Where do you work after this course? Where? Abroad or in this country?
In I like India, in India. Kerala, or abroad, where do you want to work after this course? I like India. Yes. Okay. Do you know English language to speak confidently? No, I am confidently, Okay. but I have. അല്ല പറയാം അപ്പൊ സഫീർ ഉദ്ദേശിച്ചത് കോൺഫിഡന്റ് അല്ല എന്താണ് ഞാൻ സ്പീക്കിംഗ് yes, I will speak, but confidently. ബട്ട് നോട്ട് കോൺഫിഡന്റ് അല്ലേ അപ്പൊ ഐ ആം ട്രൈയിങ് ടു ബി കോൺഫിഡന്റ് ഞാൻ എന്ത് ചെയ്യണം കോൺഫിഡന്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം ഐ ആം ട്രൈയിങ് ഓക്കെ ടു ബി കോൺഫിഡന്റ് ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് നെക്സ്റ്റ് Do you come to my place Alapura and get together? നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് ഡു യു കം ടു മൈ പ്ലേസ് ആലപ്പുഴ എന്റെ No, നാട് ആലപ്പുഴയിലേക്ക് വരുന്നുണ്ടോ yes, ഒരു ദിവസം ഞാൻ വരും I coming. One day I will come. Okay, very good. Next question. Okay. 5 questions over. 5 questions over. Okay, Alicia, ഞാൻ ചോദ്യം ഇഷ്ടപ്പെട്ടു. Do you like my place, Alapura? Okay, okay, okay. Very good, very good. Okay, Safina. Yes. You ask the question. You ask the questions. Hi, Alisha. Hi. Do you have read newspaper every day? No. Before marriage, I read newspaper every day. Okay. After marriage, no read newspaper. No reading, no reading. No time to read the newspaper. Okay, 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 okay. Okay. Yes. Do you have exercise every day? No. No time for exercise. Yes. My place is Wayanad. Exercise for the family. Yes. My place is Wayanad. I like Wayanad. You like me? Okay, okay. My place is in Wayanad. Do you like Wayanad? Wayanad ഇഷ്ടമാണോ എന്ന് ചോദിച്ചോ Cool place. Yes. Do you have lunch? No. Time is over. Not hungry. Okay. Yes, okay, okay, okay. Correct. Not hungry now, so I will have the lunch after some time. Okay. No problem. Yes. Do you like it? Do you like pets? I no don't like it's small birds like this. Yes. Okay. Okay, sir. Okay, very good. Yes, Safina, very good, very good. Your attempt is appreciated. എന്നോടൊപ്പം തന്നെ അലീഷയുടെ അറ്റൻഡിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് കഴിഞ്ഞ് നമുക്ക് തോന്നും കുറച്ചും കൂടിയൊക്കെ അടുത്ത പ്രാവശ്യം നിന്ന് റെഡിയാക്കണം. ഒരു തോന്നൽ വരും. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ അലീഷയും സഫിനയും വളരെ നന്നായിട്ട് പറഞ്ഞു. ഇനി ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന മട്ടില് വൺ മോർ ആർക്കാ വരാൻ പറ്റുക? Sir, I will. ഓക്കെ 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 ഓക്കെ. ജസീല പറയുന്നു. ജസീല ഈസ് റെഡി. അപ്പൊ ജസീലക്ക് പേരായിട്ട് വരുന്നത് രഹനയാണ്. രഹന ഓക്കെ. ജസീല യു ആസ്ക് ദ ക്വസ്റ്റ്യൻസ് ടു രഹന. രഹനയോട് ചോദിച്ചോളൂ. Do you enjoy your life? Yes, I enjoyed it. Do you like flower? Yes, I have flowers. Do you understand? What? ചോദിച്ചോളൂ. Do you want to go? Where? Do you want to go where? I didn't get it. രഹന ഉത്തരം ഒന്നുകൂടി ഒന്ന് ബലത്തിൽ പറഞ്ഞോളൂ. ശബ്ദത്തിൽ കുറവാണ്. ഓക്കെ. Okay. ജസീല ചോദിച്ചോളൂ. കണ്ടിന്യൂ. Do you want to go? Clear അല്ല.
Do you like a tea? Yes, I like tea. Do you like tea? Yes, I like tea. Okay. Do you know how to cook food? നല്ല ചോദ്യം ചോദിച്ചു. How to cook food? ഭക്ഷണം ഉണ്ടാക്കാൻ വല്ലതും അറിയാമോ? യെസ്, കല്യാണം ആലോചിക്കാനുള്ളതാണ്. Yes, ഓക്കെ. yes, Do you I know? am already married. യെസ്, രഹന മറുപടി പറയൂ. രസകരമായ മറുപടി പറയൂ. എനിക്ക് ഒരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ അറിയാന്ന് പറയാം. ഐ നോ ഹൗ ടു പ്രിപ്പയർ വെരി ഡെലീഷ്യസ് ഫുഡ്. ഓക്കെ. I know how to prepare delicious food. A variety of delicious food. ഒരു ഫുഡല്ല, ഒന്നിലധികം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി ചോദിച്ചോളൂ ജസീല. Any more question? My questions are completed. My questions already completed. Okay. Rahana, you can ask ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമോ ഒരു ചോദിച്ചു. യെസ്. ആ റേഞ്ച് പിടിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ചോട്ടാ. യെസ്. ഓക്കെ. Which food is your favorite? ഒന്നുകൂടി ചോദിച്ചു. രഹന ക്ലിയർ ആയില്ല. ഒന്നുകൂടി ഒക്കെ ചോദിച്ചേ. Favorite. ഓക്കെ ഓക്കെ. Clear ആയില്ല sir. രഹനയുടെ ചോദ്യം Which food is your favorite? Biryani. Biryani. Then, do you like to watch movies in theater? No, I don't like. No? You didn't watch any movies? കേൾക്കുന്നില്ല sir. രഹന ആ മൊബൈൽ പിടിച്ചിരിക്കുന്ന സ്പീക്കറിലാണോ പറയണേ? അതെ. അല്ലാതെ ചെവിട്ടിലോട് ചേർത്ത് വെച്ച് പറഞ്ഞു നോക്കി. ക്ലിയർ ആവുന്നില്ല ശബ്ദം. Do you love anything to eat with coffee? I like coffee. Yes, I like coffee. Coffee ഇഷ്ടമാണെന്നാണോ ചോദിച്ചേ? Do you love anything to eat with coffee? ലാസ്റ്റ് ഭാഗമാകുമ്പോഴേ അത് ലാസ്റ്റത്തെ അക്ഷരങ്ങൾ ക്ലിയർ ആവണേ. ലാസ്റ്റത്തെ വേർഡ്സ് ഡു യു ലൈക്ക് ഒരു ക്ലിയർ ആയി. ബാക്കി Do you like anything to eat with coffee? ക്ലിയർ ആയോ? കോഫിയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ. ഓക്കെ 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 കോഫിയുടെ കൂടെ എന്തെങ്കിലും കഴിക്കാൻ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ഡു യു ലൈക്ക് ടു ഈറ്റ് എനിത്തിങ് വിത്ത് കോഫി അല്ലേ? ജസീല കൂടെ വല്ലതും വേണമെന്നാണ് ചോദിച്ചത്. അത് ആഗ്രഹമുണ്ടോ? വെറും ചായ മതിയോ അല്ലെങ്കിൽ അതിന്റെ കൂടെ വല്ല സ്നാക്സ് വേണമെന്നാണ് ചോദിച്ചത്. No, I don't Yes. like. Okay. Then, what's your opinion about our Smart Academy classes? ഡു യു ലൈക്ക് എന്താ ചോദിച്ചത്? ഡു യു ലൈക്ക് സ്മാർട്ട് ക്ലാസ്സസ് എന്നാണ്. What's your opinion about our class, Smart Academy classes? നെറ്റിന്റെ പ്രോബ്ലം എന്തുകൊണ്ടെന്ന് രഹനയുടെ ശബ്ദങ്ങൾ വരുന്നില്ല ക്ലിയർ ആയിട്ട്. ഇത് കൂട്ടിയിട്ട് ഈ ക്ലാസ് ഇഷ്ടമാണെന്നാണോ? Yes, I like it. ഓക്കെ ഓക്കെ. ഞാൻ ഒപ്പീനിയൻ എന്താണെന്നാ ചോദിച്ചത്. ചോദിച്ചോളൂ രഹന. ഞാൻ പറയുന്ന കേൾക്കുന്നത്. രഹന പറയുന്നത് ലെജിബിൾ ആവുന്നില്ല. കേൾക്കുന്നുണ്ട് പക്ഷെ ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്താണ് ആ ലാസ്റ്റ് പേര് ആ വാചകങ്ങൾ വരുമ്പോൾ ക്ലിയർ ക്ലാരിറ്റി കുറവില്ലേ? അതെന്താ നെറ്റിന്റെ പ്രോബ്ലം? ഓക്കെ പറഞ്ഞോ. പേടിക്കണ്ട. നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും.
Yes. Then, are you married? Yes, I am married. ഇനി വേണ്ട എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചു. Oh, Do you ഇനി have വേണമെങ്കിൽ ഓക്കെ. baby? children ആണോ? Yes, I have. Do you have babies? കുട്ടികളുണ്ടോ എന്നാണ് ചോദിച്ചത്. I have. Okay. പിന്നെ അടുത്ത ചോദ്യം. That's also. Yes. Okay. Very good. അപ്പൊ ജസീല ആൻഡ് രഹന വളരെ നന്നായിട്ട് ചോദിച്ചു. രഹനയുടെ ചോദ്യങ്ങൾ ഇങ്ങനെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം ഇരിക്കാം, അല്ലെങ്കിൽ നെറ്റിന്റെ പ്രോബ്ലം ഇരിക്കാം. അതായത് ലാസ്റ്റ് വർഷം വരുമ്പോൾ ക്ലിയർ ആവാതെ മാത്രം കേൾക്കുന്നുണ്ട്, ബട്ട് നോട്ട് ക്ലിയർ ആയിരുന്നു. ഓക്കെ രഹന, നോ പ്രോബ്ലം. ഓക്കെ. വെരി ഗുഡ്. അപ്പോ ഇനിയും ആർക്കെങ്കിലും പറയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയമായി. അപ്പൊ ഇപ്പോ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് വെച്ചു. അപ്പൊ ഒരാൾ വിളിക്കുമ്പോൾ സാറേ ഞാനും പിന്നെ ആളും കൂടി പറയട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഞാനും പിന്നെ ആളും കൂടി പറയാം. അപ്പൊ നിങ്ങളുമായിട്ട് ഒരു സിങ്ക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നോ പ്രോബ്ലം. അപ്പൊ നിങ്ങൾക്ക് അത് ധൈര്യമായിട്ട് ചോദിക്കാൻ പറ്റും, തിരിച്ചിങ്ങോട്ടും അതുപോലെ തന്നെ ചോദിക്കാൻ പറ്റും. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്ന ഒറ്റ ടെൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ ലൈജു, ടെൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നേരത്തെ ഒരാള് ഡിജി വെച്ച് പറഞ്ഞു, അപ്പൊ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുന്നതാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പോസിറ്റീവ് ടൈപ്പ് സെന്റൻസിനെ കുറിച്ചും നെഗറ്റീവ് ടൈപ്പ് സെന്റൻസിനെ കുറിച്ചും അതിന്റെ ഇൻട്രോഗേറ്റീവ് ടൈപ്പ് സെന്റൻസിനെ കുറിച്ചും ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും ദിവസങ്ങളായിട്ട് നമ്മൾ പറഞ്ഞത്. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Thank you, sir. ഓക്കെ ലിച്ചു, ഓക്കെ. Thank you, sir. Okay, welcome. Super class, sir.